നമ്മൾ ആക്സലേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വലിയ ലാഗില്ലാണ്ട് ഡ്രൈവ് കിട്ടും നമുക്ക് അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, സാറ് ചെറിയ വണ്ടികളിലൊന്നും അങ്ങനെ കാണാറില്ല CVT അല്ലേ? അതെ, ചെറിയ വണ്ടികളിൽ CVT കുറവാണ്. കിലോമീറ്റർ 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24,000 ഓടിയ വണ്ടി. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണറാണ്, ഫസ്റ്റ് ഓണർ. ഇത് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്ന RXZ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ, 20 മോഡൽ, 21 രജിസ്ട്രേഷൻ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 27,000, 21 രജിസ്ട്രേഷനിൽ 27,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ, എത്ര കൊടുക്കാം? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഓട്ടോ വെഞ്ചറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓട്ടോ വെഞ്ചർ കാർ ക്ലബ്. അപ്പോൾ വന്നിരിക്കുന്നത് പാവങ്ങാട് ഷോറൂമിലാണ്. ഇവരുടെ 3 സ്ഥലത്ത് ഷോറൂം ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 2 ഒന്ന് പാവങ്ങാട്, ഒന്ന് സൗത്ത് കൊടുവള്ളി. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വയനാട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ, വയനാട് കാണിച്ചിരുന്നു. കൽപ്പറ്റ പുതിയ ഷോറൂം വയനാട് ഓപ്പൺ ചെയ്തതാണ്. നാളെ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് നിങ്ങളെടുത്ത് നോക്കി അറിയാം, നല്ല കമൻസും നല്ല പോസിറ്റീവായിട്ടുള്ള നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. നല്ല വിലപ്പാത്ത് തന്നെ കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യം. നല്ല വിലപ്പാത്തിലാണ് നമ്മൾ നെറ്റ് പ്രൈസ് ആയിട്ട് തന്നെ കൊടുത്തിരുന്നത്. ഓക്കെ, ഈ പ്രാവശ്യം നമുക്ക് നെറ്റ് റേറ്റ് തന്നെ കൊടുക്കാം. സെയിം തന്നെ. നമ്മളൊരു മാക്സിമം നമ്മൾ ഈ വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് സ്പെഷ്യൽ റേറ്റ് വർക്കൗട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഒരു നെറ്റ് പ്രൈസ് വീഡിയോയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. എല്ലാ വണ്ടിക്കും ഫൈനൽ പ്രൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കും. ഫൈനൽ പ്രൈസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അതിലാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. കോൺടാക്ട് ഡീറ്റെയിൽ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എല്ലാ സെഗ്മെന്റും ഉണ്ടോ നമ്മൾ കാണിക്കുന്നതിൽ? 7 സീറ്റർ എല്ലാ സെഗ്മെന്റ് ഉണ്ട്. നമുക്ക് ഡ്രൈവർ ഉണ്ട്, 7 സീറ്റർ ഡ്രൈവർ വരുന്നുണ്ട്, ഡീസൽ വണ്ടി ഉണ്ട്, പെട്രോൾ ഉണ്ടോ? 5 ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. എന്തായാലും കണ്ടു നോക്കാം അല്ലേ? അപ്പോൾ വീഡിയോ കിട്ടും. ആദ്യ വാഹനം ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്, ഹോണ്ട ജാസ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? എങ്ങനെ? ഇത് 2016 മോഡല് ജാസ് V ആണ് വരുന്നത്. V ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അതെ അതെ. പക്ഷേ അലോയ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് ബാക്കി എല്ലാം വരും. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, എല്ലാം വരും. റിയർ വൈപ്പർ ഉൾപ്പെടെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഡീസൽ വണ്ടിയാണ്. ഓ, ഡീസൽ അല്ലേ? ഡീസൽ. മൈലേജ് ഉണ്ടാവും, ഒരു 20ന്റെ മേലെ തന്നെ ഏകദേശം കിട്ടും. 22 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു 22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. എന്തായാലും മിനിമം ഒരു 18 ഉറപ്പാണ്. 18 എന്തായാലും ടൗണിലൊക്കെ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അത്രയും മൈലേജ് ഉള്ളൊരു വണ്ടി. പിന്നെ ഡീസൽ ആയതുകൊണ്ട് ഓട്ടോ എത്ര പോയി? 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.10 ഓടി. സർവീസ് ഒക്കെ പ്രോപ്പർ സർവീസ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനമാണ്. 1.10 പ്രോപ്പർ കമ്പനി സർവീസ്. മേജർ കഴിഞ്ഞോ? മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞോ? എല്ലാം ചെയ്ത് വെച്ചാൽ. ഓക്കെ, ഇനിയൊരു 2 ലാഖിന് അടുപ്പിച്ച് ചെയ്താൽ പോരെ അല്ലേ? മതി. ഇനി 2 ലാഖിന് അടുപ്പിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. അതുകൊണ്ട് 180 ആരെങ്കിലൊക്കെ ചെയ്താൽ മതി. സാറിന് ഈ വണ്ടികളുടെ ഒരു മിനിമം എഞ്ചിൻ ലൈഫ് പ്രോപ്പർ സർവീസ് ചെയ്ത് പോകുകയാണെങ്കിൽ തന്നെ സാധാരണ ചെറുവണ്ടിയൊക്കെ പോലെ ഒരു 3 ലക്ഷം 3.5 ലക്ഷം 4 ലക്ഷം വരെ കിട്ടും. റിറ്റ്സ്, പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഹോണ്ട അമേസ് ഒക്കെ കണ്ടിട്ടുണ്ട്, കുറെ ഓടിയ വണ്ടികൾ. 3 ലക്ഷം ഒക്കെ ഓടിയ വണ്ടികൾ. പ്രശ്നമൊന്നുമില്ല. സർവീസ് പ്രോപ്പർ സർവീസ് ആണെങ്കിൽ ഒരു വർഷം പലക്കെ ഒരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് ലാസ്റ്റ് ഒരു 4,65,000 രൂപയ്ക്ക് നമുക്ക് കാർ കൊടുക്കാം. 4.65-ന് നിങ്ങൾക്കൊരു ഡീസൽ ജാസ് ഉണ്ടാവും, അതും V ഓപ്ഷൻ 2016 വണ്ടി. ഓക്കെ, ഫുൾ ലോണും കിട്ടുമോ? മാക്സിമം ലോൺ. ഫുൾ ലോൺ നമുക്ക് ഇനി ഒരു 10-30 രൂപയ്ക്ക് അടച്ചിട്ട് ലോൺ ആണെങ്കിൽ നമുക്ക് നോക്കാം. മാക്സിമം ലോൺ ചെയ്ത് കിട്ടും. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത മാർച്ച് മെയ് വരെ അങ്ങനെ ഇൻഷുറൻസ് ഉണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. നിലവിൽ ഇൻഷുറൻസ് മാർച്ച് മെയ് വരെ അങ്ങനെ തോന്നുന്നു ഇൻഷുറൻസ് ഉണ്ട്. എന്തായാലും മാക്സിമം ഒരു 25-30 രൂപയ്ക്ക് അടച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അത്രയും ഡ്രൈവിംഗ് കംഫർട്ടും മൈലേജ് ഉള്ളൊരു വണ്ടി അല്ലേ? ഓക്കെ, അടുത്ത വണ്ടി നമ്മളൊരു ഡീസൽ കണ്ട്, എന്നാൽ പിന്നെ ഒന്നും കൂടി ഡീസലാക്കാം അല്ലേ? ഹ്യുണ്ടായി i20 ആണ്, ഡീസൽ എലൈറ്റ് ആണ്, ഷേപ്പ് KL18, വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ മാഗ്നയാണ് വരുന്നത്. മാഗ്ന. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? ഓൾമോസ്റ്റ് ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കൽ വരും. ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. 2015 ഡീസൽ അല്ലേ? അതെ, ഡീസൽ. ഓക്കെ, മാഗ്ന. മൈലേജ് ഒരു 18-20 റേഞ്ച് കിട്ടും. പിന്നെ പെർഫോമൻസ് കൂടി നമ്മൾ പറയണം. 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അതും കൂടി നോക്കുമ്പോൾ പെർഫോമൻസും എല്ലാം കിട്ടും, ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം കിട്ടുന്ന ഒരു വണ്ടി. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഒന്നുമില്ല. ഓക്കെ, ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് നെറ്റാക്കിയിട്ട് ഒരു 4,35,000 രൂപയ്ക്ക് കൊടുക്കാം. 4.35 നെറ്റ് റേറ്റ് ആണ്. നെറ്റ് റേറ്റ് ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, 4,35,000 ഡീസൽ. എത്ര കിലോമീറ്റർ? 1,05,000 കിലോമീറ്റർ വരും. 1.5. അത് സർവീസ് പ്രോപ്പറാണ്? സർവീസ് ഒക്കെ പ്രോപ്പറാണ്. നമ്മൾ ഇവിടുന്ന് മുമ്പ് നമ്മൾ അറിയുന്ന കസ്റ്റമർക്ക് തന്നെ നമ്മൾ കൊടുത്താണ്. അതും സർവീസ് പ്രോപ്പറായിട്ട് ചെയ്താണ്.
ഓക്കെ, അപ്പോൾ 4,35 1,50,000 മേജറൊക്കെ കഴിഞ്ഞല്ലേ? മേജർ സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4,35 ഫൈനൽ റേറ്റ് 2015 മാഗ്ന ഡീസൽ i20. താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. ഒരു 3.75 ലോൺ എന്തായാലും മേടിച്ചു കൊടുക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ ആദ്യത്തെ 7 സീറ്റർ വന്നിരിക്കുകയാണ്. റിനോ ട്രൈബർ KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ് വരുന്നത്. 20 മോഡൽ RXT ആണ് വരുന്നത്. RXT ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ. ടോപ്പ് RX ആണ്. ഇത് ടോപ്പിന് താഴെ വരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ വരൂല്ലേ? എല്ലാ ഫീച്ചേഴ്സും വരും. നമുക്ക് റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക് അല്ലേ? ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മിറേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം വരും. ഓക്കെ, ടോപ്പിലേക്ക് പോകുമ്പോൾ എന്തോ ചെറിയ മാറ്റമേ ഉള്ളൂ. കുറച്ച് മാറ്റങ്ങൾ മാത്രമേ വരുള്ളൂ അതിനകത്ത്. അലോയ് ടോപ്പിലേക്കില്ലല്ലോ? ടോപ്പിലേക്ക് അലോയില്ല. ഓക്കെ, കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സും ഉണ്ട് അല്ലേ? ടോപ്പിലേക്ക് വരുമ്പോൾ മറ്റേ കീലെസ്, മറ്റേ ബട്ടൺ സ്റ്റാർട്ട് മാത്രമാണ്, അത് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24,000 ഓടിയ വണ്ടി. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ, ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർ വണ്ടി 2020 RXT ലോ കിലോമീറ്റർ വാഹനം അല്ലേ? 24,000 മാത്രം ഓടിയ ലോ കിലോമീറ്റർ RXT ആണ്. എത്ര കൊടുക്കാം നമുക്ക് നെറ്റായിട്ട് ഒരു 4,90,000 രൂപയ്ക്ക് കൊടുക്കാം. 4,95 ഒരു 7 സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതും 2020 മോഡൽ വാഹനമാണ്. മാനുവൽ. മൈലേജ് എങ്ങനെ പോയാലും ഒരു 14-16 റേഞ്ച് കിട്ടും. കിട്ടുന്നത് ഏകദേശം മൈലേജ് കിട്ടും. 7 സീറ്റർ ഫുള്ളാക്കി പോയാലും. അതെ. ഓക്കെ, ലോൺ എത്ര കയറില്ലേ? ലോൺ നമുക്ക് കാറിന് വാല്യൂൻ്റെ ഒരു 90% വരെ ലോൺ കൊടുക്കാം. നമുക്കൊരു ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 4,25-4,30 റേഞ്ചിലൊക്കെ എന്തായാലും വരെ നോക്കാം. മാക്സിമം നോക്കാം. നല്ല ഓക്കെ, ഇപ്പൊ കണ്ട 3 വണ്ടി 5 ലക്ഷത്തിന്റെ താഴെയാണല്ലേ? അതെ, 5 ലക്ഷത്തിനകത്ത്. അങ്ങനത്തെ കൂടുതൽ വേണ്ട. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹോണ്ട അമേസ് KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. അമേസിന്റെ 2nd ജനറേഷൻ ആണ്. പക്ഷേ അലോയ്സ് ഇപ്പോഴത്തെ മുന്നത്തെ ജനറേഷൻ ആണല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡല് SCVT ആണ് വരുന്നത്. CVT ആണ്. CVT ആണ്. എസ് ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. CVT ഗിയർ ബോക്സ് പറയുമ്പോൾ നമ്മൾ ആക്സലേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വലിയ ലാഗ് ഇല്ലാണ്ട് ഡ്രൈവ് കിട്ടും നമുക്ക്. അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, സാറിന് ചെറിയ വണ്ടികളിലൊന്നും അങ്ങനെ കാണാറില്ല CVT അല്ലേ? അതെ, ചെറിയ വണ്ടികളിൽ CVT കുറവാണ് പൊതുവേ. അപ്പോൾ ഹോണ്ടേൻ്റെ എല്ലാ വണ്ടിക്കും കൊടുക്കാറുണ്ട്. അതെ, CVT. ഓക്കെ, മോഡൽ ഏതാ പറഞ്ഞപ്പോൾ? 2017 മോഡൽ. 17. ഓക്കെ, ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഷേപ്പിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവും അല്ലേ? ഓക്കെ, മാറും. ഓക്കെ, കിലോമീറ്റർ 68,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 17 മോഡൽ 68,000 ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ ആണ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല. അങ്ങനെ മേജറായിട്ടുള്ള വർക്കുകളൊന്നും എടുത്തിട്ടില്ല. ഒന്നുമില്ല അല്ലേ? ഇതിൽ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്കൽ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരും. ഓക്കെ, അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ന്യൂ ടൈപ്പ് അലോയ്സ് ചെയ്തിട്ടുണ്ട്. നല്ല ടയേഴ്സുമാണ്. എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടിക്ക് എന്തെങ്കിലും പണി ഉണ്ടാവും? ഇല്ല, ഒന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് പെട്രോൾ അടിക്കുക, ഓടിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, എത്രകളുടെ സംഭവം അറിയാലോ? ഹോണ്ട വണ്ടികൾക്ക് മുന്നേ ആ എഞ്ചിൻ ഉണ്ടെന്ന് പറയുന്നത്. അതിന് പറ്റിയ എഞ്ചിൻ ഹോണ്ട വണ്ടികൾക്ക് ആദ്യം ഉണ്ട് 2009. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് നെറ്റായിട്ട് ഒരു 4,45,000 രൂപയ്ക്ക് കൊടുക്കാം. 4,45 2017 CVT ഓട്ടോമാറ്റിക് എസ് ഓപ്ഷൻ ഹോണ്ട അമേസ്. മാത്രമല്ല അഡീഷണൽ അടിപൊളി അലോയ്സും ചെയ്തിട്ടുണ്ട്. നല്ല ടയേഴ്സും ഉണ്ട്. ഒന്നും ചെയ്യാനില്ല അല്ലേ? ഓക്കെ, ലോൺ ഒരു 3.5-4 ലക്ഷം രൂപ. 3.25 വരെയൊക്കെ നോക്കാം. 3.25. മൈലേജ് വലിയ കുറയില്ല, ഒരു 11-14 റേഞ്ചിലേക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടും. അടുത്തത് i10 ഗ്രാൻഡ് ആണ്. KL 55 തിരൂർ രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ ഗ്രാൻഡ് i10 മാഗ്ന വരുന്നത്. മാഗ്നയാണ്. നമ്മളെ i20 കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള സ്റ്റീരിയോ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, 19 എത്ര ഓട്ടം പോയി? 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6 വർഷം കൊണ്ട് 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി വേണ്ടി ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഓക്കെ, പിന്നെ മൈലേജ് ഒരു 13-16 റേഞ്ച്. ചവിട്ടി കൊടുത്താലും മൈലേജ് കുറയുന്നൊരു വണ്ടിയാണ്. നോർമൽ ഓടിച്ചാൽ ടൗണിലായാലും ലോകലായാലും ഒരു 13-16 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ല? ഇല്ല, വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. ടയേഴ്സ് ഫ്രണ്ടിൽ നല്ലതല്ലേ? നല്ല ടയറാണ്, പുതിയ ടയറാണ്. പുറകിൽ കുറവാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് നെറ്റായിട്ട് ഒരു 4,25,000 രൂപ കൊടുക്കാം. 4,25 നെറ്റ് റേറ്റ് ആണ്. 2019 മാഗ്ന പെട്രോൾ വണ്ടിയാണ്. മാഗ്ന
i10 ഗ്രാൻഡ് 2019 മോഡൽ. നിങ്ങൾ വാറണ്ടി വേണ്ട കസ്റ്റമേഴ്സിനാണെങ്കിൽ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. മോഡൽ കൂടി വണ്ടിക്ക് വാറണ്ടി കൊടുക്കും. നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഡ്രൈവറിന് വേണമെങ്കിൽ നമുക്ക് വാറണ്ടി കൊടുക്കാം. 1 ഇയർ അല്ല, 1 ഇയർ വാറണ്ടി കൊടുക്കാം. അത് കസ്റ്റമർക്ക് ഓപ്ഷനാണ്, വേണമെങ്കിൽ എടുക്കാം. അതിന് ചെറിയ അഡീഷണൽ ചാർജ് വരും. കുറെ ഇത് കവർ ആവുന്നില്ല, എ സിയും കാര്യങ്ങളൊക്കെ കവർ ആവില്ല. മെയിനായിട്ട് പാർട്സ് പറഞ്ഞാൽ എഞ്ചിൻ, ഗിയർ ബോക്സ്, AC, ECM, BCU, ഇലക്ട്രിക്കൽ പാർട്സിനൊക്കെ നമുക്ക് വാറണ്ടി വരുന്നത്. 1 ഇയർ. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാം. ഒരു വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ. ഓക്കെ, മോഡൽ കൂടിയ വണ്ടിയൊക്കെയാണ്. നേരത്തെ കാണിച്ചാൽ ഡ്രൈവറിന് കിട്ടും അല്ലേ? ഡ്രൈവറിന് കിട്ടും. പുറത്തിന് എൻ്റെ കൂടെ നമുക്ക് RSIയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് ഇതാ വീണ്ടും റെനോ ട്രൈബർ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. RX ആണല്ലോ, ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി. അലോയ് വീൽസ് അല്ല, അലോയ് വീൽസ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പാണ്. ഡ്രൈവറിൽ അലോയ് ഇല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്ന RXZ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. ഓക്കെ, AMT ഗിയർ ബോക്സ് ആണ് വരിക. മാനുവലിനേക്കാൾ വലിയ മൈലേജ് വ്യത്യാസം ഉണ്ടല്ലോ, 1 കിലോമീറ്റർ കുറച്ചുകൂടി മൈലേജ് കിട്ടും. ലാഗ് ഉണ്ടാവും, പക്ഷേ എന്നാലും മൈലേജ് കിട്ടും. ലാഗ് പ്ലസ് മൈലേജ്, അതാണ് ക്വാളിറ്റി. ഓക്കെ, എന്തായാലും വേറെ ക്ലെയിമും കാര്യമൊന്നുമല്ലോ? ഇല്ല, ക്ലെയിമും ഒന്നുമില്ല. ഓട്ടോ എത്ര പോയി? ഓട്ടോ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 27,000. 21 രജിസ്ട്രേഷനിൽ 27,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ, എത്ര കൊടുക്കാം? നമുക്ക് നെറ്റായിട്ട് ഒരു 5,50,000 രൂപയ്ക്ക് കൊടുക്കാം. 5.5 ലക്ഷത്തിന് നിങ്ങൾക്കൊരു 7 സീറ്റർ ഓട്ടോമാറ്റിക് 7 സീറ്റർ കൊണ്ടുപോകും. 5,50,000 രൂപയ്ക്ക്. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ RXZ ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ ഒരു 5 lakhs ലോൺ കിട്ടും. 5 lakhs നോക്കുമ്പോൾ മാക്സിമം ലോൺ ഡ്രൈവറിനൊക്കെ അത്യാവശ്യം ലോൺ കിട്ടുന്നതാണ്. ഓക്കെ, താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ അടുത്ത വാഹനം ഒരു SUV സെഗ്മെന്റ് ആണ്. മഹീന്ദ്ര XUV 500 KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ ആക്കല്ലേ? ഇത് XUV 500 W6 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരുന്നു. മോഡല് 2015 മോഡൽ. 15-ലാണെങ്കിൽ W8 ആണ് ടോപ്പ് എൻഡ്. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ W6. പിന്നെ അതിനുശേഷം പിന്നെ W10 ഒക്കെ വന്നിട്ടുണ്ട്. 10 വന്നിട്ടുണ്ട്, 11 വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി എങ്ങനെയാ ഓട്ടം? ഇത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണറിൽ വരുന്ന വണ്ടിയാണ്. അത് ജനുവിന് പറയാൻ പറ്റും ഓട്ടം? അത് ഓട്ടം ജനുവിനാണ്. ഓക്കെ, അടി 80,000 കിലോ 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. കണ്ടില്ലേ, വെറുതെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കട്ടെ. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന 80,000 W6 2015 XUV 500 എത്ര കൊടുക്കാം? നമുക്ക് നെറ്റാക്കിയിട്ട് ഒരു 7,30,000 രൂപയ്ക്ക് കൊടുക്കാം. 7.30 ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, 7,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ ആണ്, അതാണ് ഹൈലൈറ്റ്. 1 lakhന്റെ മേലെ പോലും പോയിട്ടില്ല. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ലോൺ ഒരു 6-6.5 കിട്ടും. ലോൺ നമുക്ക് ഏകദേശം ഒരു 6 ലക്ഷം രൂപ എന്തായാലും ലോൺ കിട്ടും, ചെയ്യാൻ പറ്റും. അടുത്ത വാഹനം എന്താ? ഹ്യുണ്ടാ സാൻട്രോ KL12 വയനാട് സ്റ്റേഷൻ. ഇത് അവിടെ കൊണ്ടുപോകണം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ സാൻട്രോ സ്പോർട്സ് ടോപ്പിന്റെ താഴെ വരുന്നു. ഓക്കെ, ആസ്ട്രാൻ ടോപ്പ് അതിന്റെ തൊട്ട് താഴെ. 2020 മോഡൽ. ഓക്കെ, ഓട്ടം 60,000 കിലോമീറ്റർ ഓടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 5 വർഷം കൊണ്ട്. ഓക്കെ, 60 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. സ്പോർട്സ് അലോയ്സ് വരില്ല, ബാക്കിയുള്ള ഓൾമോസ്റ്റ് സ്റ്റെയറിംഗ് കൺട്രോൾസ്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ ഡിഫോഗർ, ബാക്ക് വൈപ്പർ, ഇത് രണ്ടും ഉണ്ടാവില്ല അല്ലേ? ഡിഫോഗറും ബാക്ക് വൈപ്പറും ഉണ്ടാവില്ല. ഓക്കെ, അത്രയും ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് ഒരു 3,70,000 രൂപയ്ക്ക് കൊടുക്കാം. 3.70 നിങ്ങൾക്കൊരു എന്താ പറയുക, കിഡൊക്കെ എടുക്കുന്ന വിലക്ക് അല്ലേ? ശരിക്കും ഒരു സാൻഡ്രോ ഉണ്ടോ ഒരു വിലക്ക്, ഒരു ക്ലൈംബറൊക്കെ വന്ന വിലക്ക് ഒരു സാൻഡ്രോ 2020 മോഡൽ സ്പോർട്സ് ഓപ്ഷൻ. താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്കൊരു 3,400 രൂപ, 3,50 അടുത്ത് വരെ നോക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊണ്ടുവരും. അടുത്തത് ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് തന്നെ ടാറ്റ നെക്സോൺ ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണിത്. KL74 കാട്ടാക്കട രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ XZ ഓട്ടോമാറ്റിക്. 19 ടോപ്പ് എൻഡ് അല്ല, അന്ന് പ്ലസ് ഇല്ല. ഓക്കെ, ഓട്ടം 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 62,000 ലോ കിലോമീറ്റർ വണ്ടി തന്നെയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 11 to 15 റേഞ്ച് മൈലേജ് കിട്ടും. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല, റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. ഫുൾ ഓപ്ഷൻ വാഹനം. 2019 മോഡൽ ഓട്ടോമാറ്റിക് നെക്സോൺ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുന്നത്? നമുക്കിത് നെറ്റാക്കിയിട്ട് ഒരു 6,15,000 രൂപയ്ക്ക് കൊടുക്കും. 6.15. ഓക്കെ, നെറ്റ് റേറ്റ് ആണ്. 19 ഓട്ടോമാറ്റിക് നോർമൽ ഓട്ടം പോയ വാഹനമാണ്, കൂടുതൽ ഓട്ടം ഒന്നും പോയിട്ടില്ല. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. ലോൺ ഒരു 5.5 കിട്ടും.
5.5 കിട്ടും. 5.5 മാക്സിമം ലോൺ മാക്സിമം കാരണം എന്തായാലും ഓക്കെ. താല്പര്യം എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിൽ അടുത്ത വാഹനം റെനോ ക്വിഡ് KL 76 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2019 മോഡൽ RXT ആണ്. ഓപ്ഷനിലല്ല? അല്ലല്ല, ഓപ്ഷനിലല്ല. RXT ഫുള്ളിൻ്റെ തൊട്ട് താഴെ. അതെ. ഓക്കെ. കിലോമീറ്റർ 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 32,000 മാത്രം. 6 വർഷം കൊണ്ട് ഇതും ലോ കിലോമീറ്റർ ആണ്. വേറെ ക്ലെയിമും കാര്യം എന്തെങ്കിലും? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. 1 ലിറ്റർ സെക്കൻഡ് ആണ് വരുന്നത്. 1 ലിറ്റർ എഞ്ചിനാ? 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ എഞ്ചിൻ മാനുവൽ. ഓക്കെ. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. മറ്റേ 800 പോലെ പവർ അങ്ങനെ വലിയ കുറവുണ്ടാവില്ല. അങ്ങനെ കുറവ് ഫീൽ ചെയ്യില്ല. കാരണം 1 ലിറ്റർ ആയതുകൊണ്ട് തന്നെ 800. പിന്നെ വണ്ടി അതേ സൈസ് ആണല്ലോ, അപ്പോൾ എന്തായാലും ഒരു പവർ കിട്ടും. കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്. ഓൾട്ടേറ്ററിനേക്കാൾ കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വരുന്നുണ്ട്. തീർച്ചയായും. 2019 ലോ കിലോമീറ്റർ RXT ക്വിഡ് ആണ്. എത്ര കൊണ്ടുപോകാം? നമുക്ക് ഒരു ഫൈനലായിട്ടൊരു 2,95,000 രൂപ കൊടുക്കും. 295 ഒരു 2019 ലോ കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് 2.5-2.25 രൂപ വരും. 2.5 എന്തായാലും ലോൺ കിട്ടും. എന്തായാലും കിട്ടും. 40,000 രൂപ കണ്ടാൽ മതി. വേണമെങ്കിൽ നോക്കിയിട്ട് നോക്കിയിട്ട് പോകും. ഓക്കെ. നമ്മളെ അടുത്തത് i20 ആക്റ്റീവ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? അതെ. നമുക്ക് ഇവിടെ കുറച്ച് വേക്കൻസി ഉണ്ട്. ഇവിടെ ഉണ്ട് വയനാടും കൊടുവള്ളി 3 ഷോറൂമിലുണ്ട്. ഓക്കെ. വയനാടുള്ളവർക്ക് എന്ന് വെച്ചാൽ അവിടെ തന്നെ പ്രിഫറൻസ് ആയിരിക്കും നല്ലത്. കോഴിക്കോടായാലും പ്രശ്നമില്ല, പോയി വരാം. അക്കോമഡേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ വയനാട് കൽപ്പറ്റയാണ് ലൊക്കേഷൻ വരുന്നത്. കോഴിക്കോട് ഒന്ന് ഇത് പാവങ്ങാട്, പിന്നെ ഒന്ന് കൊടുവള്ളി. ഏതൊക്കെ പോസ്റ്റിലുള്ളത്? നമുക്ക് സെയിൽസിലേക്ക് ഉണ്ട്. പിന്നെ നമ്മളെ മാർക്കറ്റിംഗ് നോക്കാനുള്ള ഒരു ആൾക്കാരെ നമുക്ക് വേണ്ട എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഫ്രണ്ട് ഓഫീസിലേക്ക് ആൾക്കാർ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഒരു ടെലികോളറിന്റെ ആവശ്യമുണ്ട്. 1-2 ടെലികോളേഴ്സിന്റെ ആവശ്യം. സെയിൽസിലേക്ക് എന്തായാലും ഡ്രൈവിംഗ് ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നന്നായി. കൂടുതൽ സ്കില്ലാന്ന് നോക്കുന്നത് ഡ്രൈവിങ്ങിനേക്കാൾ കൂടുതൽ സ്കില്ല് ആൾക്കാർ കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ട്രെയിൻ ചെയ്യും. ഫ്രഷേഴ്സിനെ എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ജോലി നോക്കി നടക്കുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലോ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പർ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കാം. നമ്മൾ ആ നമ്പറിലേക്ക് തന്നെ വിളിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് തന്നെ വിളിച്ചാൽ മതി ജോലി ആവശ്യം ഉണ്ടെങ്കിലും. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. നമ്മൾ ഇന്നത്തെ അവസാനത്തെ വണ്ടിയാണിത്. i20 ആക്റ്റീവ് ഒരു ക്രോസ് ഓവർ സെഗ്മെൻറ്റ് വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷനിൽ വരുന്ന S എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. S മിഡിലാണ്. മിഡിൽ ഓപ്ഷൻ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ്സ്, പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരും, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, എയർ ബാഗ് ഉണ്ടാവും, എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ? ഓക്കെ. ബാക്കി ഓട്ടോ എത്ര പോയി? ഓട്ടോ 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 50,000. 16 മോഡൽ 17 രജിസ്ട്രേഷൻ ലോ കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെ. സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ക്ലെയിം വെച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. മേജർ കുറച്ചും കൂടി വെയിറ്റ് വരുന്ന വണ്ടിയാണ്. i20യേക്കാൾ ആക്റ്റീവ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വെയിറ്റ് ഉണ്ടാവും. മൈലേജ് അതുകൊണ്ട് തന്നെ ഒരു 11-13 ആ റേഞ്ച് മൈലേജ്. നല്ല കംഫർട്ട് ആയിരിക്കും അല്ലേ വണ്ടി? ഡ്രൈവിംഗ് ഓടിക്കാനും പിടിക്കാനും ഒക്കെ സ്റ്റെബിലിറ്റി ആയിരിക്കും ഭയങ്കര. ഓക്കെ. ബാക്കി ഇതിന്റെ ഡാഷ്ബോർഡൊക്കെ ഒരു കളർ ചേഞ്ച് വരും. ബ്ലൂ ഷെയ്ഡായിട്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാനല്ലേ പാർട്ടിക്ക്? ഇല്ല, ഒന്നും ചെയ്യാൻ വണ്ടി നല്ല നീറ്റാണ്. ലോ കിലോമീറ്റർ പെട്രോൾ മാനുവൽ ആണ്. എത്ര കൊടുക്കാം നമുക്ക്? നമുക്ക് ഒരു നെറ്റ് പ്രൈസ് ആയിട്ട് നമുക്കൊരു 4,70,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 4,70,000 വെറും 50,000 കിലോമീറ്റർ ഓടിയ 16 മോഡൽ 17 രജിസ്ട്രേഷൻ i20 ആക്റ്റീവ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 4 lakh വരെ കിട്ടും. 4.25 ഒക്കെ നമുക്ക് നോക്കാം മാക്സിമം കയറില്ല. 19,000 രൂപ കൊണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും എന്തായാലും. ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ മറന്നുകൊണ്ട കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോലി ആവശ്യത്തിനും വണ്ടികളുടെ പർച്ചേസ് ചെയ്യാനുള്ള ആവശ്യത്തിനും എല്ലാത്തിനും അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുവരുന്നത്. വണ്ടികളെ പറ്റിയോ അതിൻ്റെ വിലകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. അഖിലേ, താങ്ക് യു.